കേരള പോലീസ് ക്രിമിനലുകളുടെ സംഘമായി മാറി എന്നുള്ളത് കുറെ കാലമായിട്ട് തന്നെ നമുക്ക് അറിവുള്ളതല്ലേ. മനുഷ്യരോട് ഏറ്റവും പുരോഗമനപരമായിട്ട് ഏറ്റവും മാന്യമായിട്ട് പെരുമാറേണ്ട ഒരു സേന അവിടെ അവർ തന്നെ ഈ നിയമലംഘനം നടത്തുന്ന സാഹചര്യത്തിലേക്ക് പോവാം. ഒരു കാരണവുമില്ലാതെ യാതൊരു വിധത്തിലുള്ള തെളിവുകളുമില്ലാതെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെയും അല്ലെങ്കിൽ വ്യക്തി താല്പര്യത്തിന്റെയും പേരിൽ മനുഷ്യരെ എടുത്ത് പീഡിപ്പിക്കുകയും മനുഷ്യരെ ആക്രമിക്കുകയും ചെയ്തൊരു സേനയായി മാറുക. ഗുണ്ടകൾക്ക് വേണ്ടി എല്ലാ പ്രവർത്തനത്തിനും സഹായം ചെയ്തു കൊടുക്കുന്ന, ക്രിമിനലുകൾക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു സേനയായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു പോലീസ് സേനയിൽ ഒരാളെ അവിടെ ഒരു പരാതിയുമായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് പോവുകയാണ്. അത് മാത്രമല്ല, പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു CA കൊണ്ടുപോലും അതിന് പങ്കാളിയാക്കുകയും അതിന്റെ സമ്മർദ്ദം താങ്ങാനാവാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം വരെ ഉണ്ടായില്ലേ. എത്ര പോലീസ് സേനാംഗങ്ങളാണ്, ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് ഈ കഴിഞ്ഞ കാലയളവിൽ പോലീസിൽ ആത്മഹത്യ ചെയ്തത്. അവരെല്ലാം ഇത്തരത്തിലുള്ള പോലീസ് സേനയുടെ കുത്തഴിഞ്ഞ പോക്കിൽ യാതൊരു വിധത്തിലുള്ള ഒരു മാന്യതയും അല്ലെങ്കിൽ നീതിയും ഇല്ലാതെ ജോലിയെടുക്കേണ്ട സാഹചര്യം വരുന്നത് ഉണ്ടാക്കുന്നതിന്റെ സമ്മർദ്ദം, ആ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ്. DYSPമാർ മുതൽ ADGPമാർ വരെ അല്ലെങ്കിൽ SP മാർ വരെ ഈ കുറ്റങ്ങളിലെല്ലാം പങ്കാളികളായിക്കൊണ്ടിരിക്കുക. സുജിത് ദാസിനെതിരെ ഉയർന്ന ആരോപണം നമുക്കറിയാം. സമാനമായ ആരോപണം സുജിത് ദാസിനെതിരെ ഉയർന്നല്ലോ. എന്ത് നടപടിയാണ് ഉണ്ടാവുന്നത്? ആലുവയിൽ മോഫിയ പർവീൻ എന്ന് പറയുന്ന ഒരു കുട്ടി, അവർക്ക് വീട്ടിൽ നേരിട്ട അനുഭവത്തെ സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ എത്തിയപ്പോൾ ആ CI ആ പെൺകുട്ടിയെ അധിക്ഷേപിക്കാനുണ്ടായി. അതിനെ തുടർന്ന് CAയുടെ പേര് എഴുതി വെച്ച് ആ കുട്ടി ആത്മഹത്യ ചെയ്തു. എന്ത് നടപടി അയാൾക്കെതിരെ ഉണ്ടായി? അപ്പോൾ പോലീസ് തന്നെ ഇപ്പൊ വാളയാർ കേസിൽ സോജൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അതിനകത്ത് പ്രതികൾക്ക് സഹായമായ രീതിയിൽ ഇടപെട്ടു എന്നുള്ളത് നമുക്കറിയാം. കേരളത്തിൽ ഗുണ്ടകൾക്ക് വേണ്ടി ഇടപെടുന്ന പോലീസായിട്ട് മാറിയിരിക്കാം. സാധാരണക്കാരായ മനുഷ്യരുടെ അവകാശങ്ങൾ കവർന്ന് അവരുടെ മേൽ കുതിര കയറുന്ന ഗുണ്ടകളുടെയും പാർട്ടി നേതാക്കന്മാരുടെയും താല്പര്യം മാത്രം സംരക്ഷിക്കുന്ന ഒരു സേനയായിട്ട് പോലീസ് സേന മാറിയിരിക്കുക. ഇത് ഇതൊരു സസ്പെൻഷൻ കൊണ്ട് തീർക്കാവുന്ന കാര്യമാണോ പുറത്തു വന്നിരിക്കുന്നത്? ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. പോലീസുകാർക്ക് തോന്നുന്ന രീതിയിൽ ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിരിക്കുകയാണ്. ഒരു ADGP ഒരു ക്രിമിനൽ സംഘത്തിന്റെ തലവനാണ് എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതല്ലേ. ഈ സർക്കാരിന്റെ ഏറ്റവും ഉന്നത നേതൃത്വം, മുഖ്യമന്ത്രി ഉൾപ്പെടെ സംശയത്തിന്റെ നിഴലിൽ നിന്ന കേസിൽ അയാൾ ഇടപെട്ടത് ഉൾപ്പെടെ എങ്ങനെയാണെന്ന് നമുക്കറിയാം. പലരെ ഉപയോഗിച്ചുകൊണ്ട്, മാധ്യമപ്രവർത്തകരെ അത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉപയോഗിച്ചുകൊണ്ട് ഈ സർക്കാരിന്റെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇടപെടുന്ന നമുക്കറിയാം. ഇത്തരത്തിൽ സർക്കാരിന്റെ എന്താ പറയുക, തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി പോലീസ് സേനയെ ഉപയോഗിച്ച് അവർ ചെയ്യുന്നതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് ഇന്ന് കേരളത്തിലെ പോലീസ് പോയിരിക്കുന്നത്. ഇത് വലിയ ഗുരുതരമായ പ്രതിസന്ധിയാണ്. സാധാരണക്കാരായ മനുഷ്യർക്ക് നീതി തേടി പോവാൻ ഒരിടമില്ല എന്നുള്ളൊരു അവസ്ഥ, വലിയ അരാജകത്വം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കും. ഇത്തരത്തിൽ സ്ത്രീകൾക്കെല്ലാം നിർഭയം കടന്നു എന്ന് ഇപ്പൊ നമ്മളിപ്പോ ലൈംഗികാധിക്രമ കേസുകളെ കുറിച്ച് നമ്മൾ പരാതി പറയുന്ന സമയമാണല്ലോ. എങ്ങനെയാണ് ഇവർക്ക് പോയിട്ടൊരു പോലീസിനെ സമീപിച്ചുകൊണ്ട് ഇത്തരത്തിൽ പറയാൻ കഴിയുക? അവരുടെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യുന്ന ഒരു പോലീസ് സംഘം ഉണ്ടെങ്കിൽ അവർക്ക് നീതി യുക്തമായിട്ട് അവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കാൻ കഴിയാത്തൊരു പോലീസ് സേനയാണെങ്കിൽ എങ്ങനെയാണ് ധൈര്യത്തോടെ അവരോട് ഒന്ന് മറുപടി പറയാൻ കഴിയുക? അതാണ് ഞാൻ പറഞ്ഞത്, വലിയ അരാജകത്വത്തിലേക്ക് സംസ്ഥാനം പോകുന്ന സാഹചര്യമാണുള്ളത്. അതെ, ഒരു സഹപ്രവർത്തകന്റെ മരണത്തിന് കൂടെ കാരണമായിട്ടുണ്ട്. അവിടെയാണ് ഈ പോലീസ് സേനയ്ക്കുള്ളിലെ ഇത്തരം കാര്യങ്ങളൊക്കെ ഏറെ ചർച്ചയാകേണ്ടത്. കാരണം ആ സഹപ്രവർത്തകന്റെ മരണത്തിന് കാരണക്കാരനായ പോലീസിനെ സംരക്ഷിക്കാൻ അപ്പോഴും അവിടെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ആ ഒരു പൊലിഞ്ഞ ഒരു ജീവൻ അവിടെ ഒരു വില ഇപ്പോഴും നൽകിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. സഹപ്രവർത്തകന്റെ മരണത്തിന് അദ്ദേഹം ഉന്നയിച്ച കാര്യം നോക്കൂ. തന്റെ ഒരു എന്താ പറയാ, നീതിപാലകന്റെ മുന്നിൽ നീതി തേടി എത്തുന്ന ഒരാളെ അവര് പലതവണ ബലാത്സംഗം ചെയ്യുകയും അതിന് ഈ എന്താ പറയാ സഹപ്രവർത്തകനെ പ്രേരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ഗുരുതരമായ ഇതല്ലേ. ഇയാളൊക്കെ ഒരു നിമിഷം സർക്കാരിന്റെ സർവീസിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഒരു സസ്പെൻഷൻ കഴിഞ്ഞ് നമ്മളിപ്പോ സസ്പെൻഷൻ ആണോ ഏറ്റവും വലിയ നടപടി എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ സസ്പെൻഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നീതിയുക്തമായ അന്വേഷണം നടക്കാതെ ഈ ക്രിമിനലുകളെല്ലാം തിരിച്ച് സർവീസിൽ വരുന്ന സാഹചര്യമുണ്ട്. അതാണ് പ്രശ്നം. അപ്പം ഇതിനകത്ത് പോലീസിനകത്ത് ഉള്ള ഇത്തരത്തിലുള്ള പ്രശ്നം പറഞ്ഞില്ലേ. ഇത് പ്രശ്നം എന്താ? ഉന്നത സ്ഥാനം ഇരിക്കുന്ന ആൾക്കാരെല്ലാം രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടി ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടു പോവുകയാണ് പോലീസ്. അത്തരത്തിൽ ഒരു സാഹചര്യം
സംസ്ഥാനത്ത് ഒട്ടും അഭികാമ്യമല്ല. വലിയ രീതിയിൽ ജനങ്ങളിൽ അരക്ഷിതബോധം ഉണ്ടാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.